നമസ്കാരം. എത്ര വയ്യായെങ്കിലും ജോലിക്ക് പോകും. മകൻ ജോയിയെപ്പറ്റി കണ്ണീരോടെ അമ്മ മെൽഹി. മനുഷ്യവിസർജ്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം വാരാനിറങ്ങാൻ മാരായമുട്ടം സ്വദേശി ജോയിയെ പ്രേരിപ്പിച്ചത് കൂലിയായി കിട്ടുന്ന 1500 രൂപയാണ്. നല്ല വേതനം ലഭിക്കുമെന്ന് കരുതിയാണ് മാലിന്യം വാരാനിറങ്ങിയത്. അമ്മയോടൊപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ ജീവിക്കുന്ന ജോയിയെ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ഇന്നലെ രാവിലെ 11 മണിക്കാണ് കാണാതായത്. കാട് പോലുള്ള പറമ്പിലെ വീട്ടിൽ ഒരു ചെറിയ ഹാളും മുറിയും അടുക്കളയും മാത്രം. റോഡിൽ നിന്ന് 3 ആൾ പൊക്കത്തിലുള്ള ഭൂമിയിലാണ് വീട്. ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചാലേ വീട്ടിലെത്തൂ. വർഷങ്ങളായി ഈ വീട്ടിലാണ് ജോയി താമസം. വടകര മലഞ്ചെരുവ് വീട്ടിൽ പരേതനായ നേശമണിയുടെയും മെൽഹിയുടെയും മകനാണ് ജോയി. സഹോദരിമാരും സഹോദരനും പ്രത്യേകമാണ് താമസിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് ജോലിക്ക് പോകുന്നത്. 5 മണിയാകുമ്പോൾ തിരിച്ചു വരേണ്ടതാണ്. എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും. വിശ്രമമില്ലാതെ ജോലി ചെയ്യും. ഒരു ജോലിയുമില്ലെങ്കിൽ ആക്രിയെങ്കിലും പെറുക്കാൻ പോകും എന്നാണ് കണ്ണീരോടെ ആ അമ്മ പറയുന്നത്. ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത് പല ഘടകങ്ങളാണ്. തുരങ്ക സമാനമായ ഭാഗത്ത് ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞിരുന്നു. വെള്ളം കുറവായതിനാൽ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് മുങ്ങിപ്പരിശോധിക്കാൻ കഴിയുമായിരുന്നില്ല. 8 അംഗ സംഘം സർവ്വസന്നാഹങ്ങളുമായി തോട്ടിലിറങ്ങി ടണലിലേക്ക് നീന്തിയെങ്കിലും അടിയിൽ കെട്ടിക്കിടന്ന മാലിന്യം തിരച്ചിലിന് തടസ്സമായി.